നമസ്കാരം. ചൈനീസ് കമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ജനകീയ ഹ്രസ്വ വീഡിയോ പ്ലാറ്റ്ഫോം ടിക്ടോക്കിനെ നിരോധിക്കുന്നതിനുള്ള ബില്ലിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ചിരിക്കുകയാണ്. ബൈറ്റ് ഡാൻസ് ഒന്നുകിൽ ടിക്ടോക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ നിരോധനത്തെ നേരിടേണ്ടി വരികയോ ചെയ്യേണ്ടി വരുമെന്ന ബില്ലാണ് US സെനറ്റ് അംഗീകരിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ ഉൾപ്പെടെയുള്ള ഹ്രസ്വ വീഡിയോകൾ പങ്കുവെക്കുന്നതിന് ഉപയോഗിക്കുന്ന ആപ്പാണ് ടിക്ടോക്ക്. വ്യക്തി വിവരങ്ങളുടെ ശേഖരണവും ചൈനീസ് ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷാ ആശങ്കകളും ഉള്ളതിനാൽ ആപ്പിനെ നിരോധിക്കുന്നതിനുള്ള ബില്ലിനെ ഡെമോക്രാറ്റിക് അംഗങ്ങളും റിപ്പബ്ലിക് അംഗങ്ങളും ഒരുപോലെ പിന്തുണച്ചിരിക്കുകയാണ്. ഇത്രയും ജനകീയമായ ആപ്പിനെ US തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനുള്ള ഉപാധിയായി ചൈനീസ് സർക്കാർ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് അമേരിക്കയുടെ വാദം. അമേരിക്കയിൽ മാത്രം 170 ദശലക്ഷം ഉപയോക്താക്കളാണ് ടിക്ടോക്കിനുള്ളത്. യുവാക്കൾക്കിടയിലുള്ള ടിക്ടോക്കിനുള്ള സ്വാധീനം അവരുടെ വ്യക്തി ജീവിതത്തെ നിരീക്ഷിക്കുന്നതിലേക്കും വിവരങ്ങൾ ചൈനയിലേക്ക് എത്തിക്കുന്നതിലേക്കും നയിക്കുമെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. അതേസമയം സോഷ്യൽ മീഡിയ ലോകത്തെ മാറ്റിമറിക്കുന്ന ഈ നീക്കം ദശലക്ഷക്കണക്കിന് വരുന്ന ഉപയോക്താക്കളുടെ കണ്ടന്റ് ക്രിയേറ്റർമാരുടെയും ബാധിച്ചേക്കാവുന്നതാണ്. ടിക്ടോക്ക് മോണിറ്റൈസേഷൻ വഴി വരുമാനം ലഭിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ നീക്കത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. എന്നാൽ അടുത്ത 9 മാസത്തിനുള്ളിൽ ആപ്പിനെ വിൽക്കാൻ ബൈറ്റ് ഡാൻസിന് സാധിക്കുകയാണെങ്കിൽ നിരോധനം നേരിടേണ്ടി വരില്ല. വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ 3 മാസത്തേക്ക് ഈ കാലാവധി നീട്ടാൻ കഴിഞ്ഞേക്കും. ഫീഡിൽ ആളുകളുടെ ഉപയോഗത്തിനും താല്പര്യത്തിനുമനുസരിച്ച് കണ്ടന്റ് നിർദ്ദേശിക്കുന്ന ടിക്ടോക്കിന്റെ ടെക്നോളജി നിയന്ത്രിക്കുന്നതിൽ നിന്നും ബില്ല് ടിക്ടോക്കിനെ വിലക്കുന്നുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ നേരത്തെ തന്നെ ടിക്ടോക്കിനെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ നിരോധനം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. 4 വർഷം മുമ്പ് 2020 ജൂണിലാണ് ഇന്ത്യൻ സർക്കാർ ടിക്ടോക്കിനെ നിരോധിച്ചത്. ആ സമയത്ത് 200 ദശലക്ഷം ഉപയോക്താക്കളാണ് ടിക്ടോക്കിന് ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്നത്. ചൈനയുമായി ഉണ്ടായ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയിലെ ഡിജിറ്റൽ ലോകത്തുള്ള ചൈനയുടെ സ്വാധീനത്തിനെതിരെയായിരുന്നു ഇന്ത്യയുടെ നീക്കം. ടിക്ടോക്ക് നിരോധനത്തിന് പിന്നാലെ യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റഗ്രാം റീൽസ്, മോജ്, ജോഷ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഇന്ത്യയിലെ ജനകീയത വർദ്ധിച്ചു. അതേസമയം അമേരിക്കയിൽ നിരോധന നീക്കങ്ങൾക്കെതിരെ ടിക്ടോക്ക് കോടതിയെ സമീപിച്ചേക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.